CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ കഴിഞ്ഞ ദിവസം കരഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതിനോടകം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ നേതാവാണ്. CPMൻ്റെ വളരെ സുപരിചിതമായ മുഖമാണ് PK ശ്രീമതി ടീച്ചർ. സംസ്ഥാന മന്ത്രിയായിരുന്നു. PK ശ്രീമതി ടീച്ചർ എന്തിനാണ് ഈ ദുരാരോപണം കേട്ടത് എന്ന ചരിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കണം. ശ്രീമതി ടീച്ചർ വ്യാജമായി രേഖകളുണ്ടാക്കി കുടുംബ പെൻഷൻ വാങ്ങുന്നു എന്നായിരുന്നു ആരോപണം. ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒരു ദൃശ്യമാധ്യമവുമാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അതിനെ തുടർന്നാണ് PK ശ്രീമതി ടീച്ചറിന്, CPM നേതാവായ PK ശ്രീമതി ടീച്ചറിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പേണ്ടി വന്നത്. എന്താണ് ആ ചരിത്രം? തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്ന സമയത്ത് ഒല്ലൂരിലെ MLA ആയ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം ഒല്ലൂരിലെ ജനപ്രതിനിധിയായി. സ്വാതന്ത്ര്യ അനന്തരം 1960-ൽ അദ്ദേഹം കുന്നംകുളത്തെ MLA ആയിരുന്നു. അതിനുശേഷം 1993 വരെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു. 93 ജൂലൈ 7-ാം തീയതി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ വിധവ ഒരു ടീച്ചറാണ്, സ്കൂൾ ടീച്ചറായിരുന്നു. അവരുടെ പേര് PK ശ്രീമതി എന്നാണ്. PK ശ്രീമതി ടീച്ചർ എന്ന നാട്ടുകാർ ബഹുമാന സൂചകമായി ആ അമ്മയെ വിളിച്ചിരുന്നു. ആ അമ്മ തൻ്റെ ഭർത്താവ് PR കൃഷ്ണൻ MLA-യുടെ പെൻഷൻ വാങ്ങിയിരുന്നു. 2020 ഫെബ്രുവരി 24-നാണ് PK ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന ആ അമ്മ മരിച്ചു പോകുന്നത്. വിവരാവകാശ നിയമപ്രകാരം ആരൊക്കെയാണ് MLA-മാരുടെ ആശ്രിതരായി അല്ലെങ്കിൽ MLA-മാരുടെ കുടുംബ പെൻഷനൊക്കെ വാങ്ങുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ആ ലിസ്റ്റ് നിയമസഭയിൽ നിന്ന് ലഭിച്ച വ്യക്തി നോക്കുമ്പോൾ PK ശ്രീമതി കിടക്കുന്നു. PK ശ്രീമതിയുടെ പേര് കിടക്കുന്നു. ഉടനെ വാലും തുമ്പും അന്വേഷിക്കാതെ ചില സംഘപരിവാർ മാധ്യമങ്ങൾ, പേരെടുത്ത് പറയുന്നില്ല മാധ്യമങ്ങളുടെ, അവർ പറഞ്ഞു PK ശ്രീമതി CPM നേതാവ് പെൻഷൻ വാങ്ങുന്നു, അവരുടെ ഭർത്താവ് MLA ആയിരുന്നുവെന്ന വ്യാജ രേഖ സമർപ്പിച്ചാണ് ഈ പെൻഷൻ വാങ്ങുന്നത് എന്ന ഈ ആരോപണം. നട്ടാൽ കുരുക്കാത്ത നുണയാണെന്ന് ഈ കൊടുത്ത ആളുകൾക്കും അറിയാം. അല്ലെങ്കിൽ ക്രോസ് ചെക്കിംഗ് അല്ലെങ്കിൽ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന യാതൊരു സാധനവും ഇല്ലാതെ വിവരാവകാശ രേഖ കിട്ടി, അതിനകത്ത് കിടക്കുന്നു ലിസ്റ്റിൽ ഒരു PK ശ്രീമതി. ഉടനെ വാർത്ത കൊടുക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് ഒറിജിനൽ പെൻഷൻ വാങ്ങിയിരുന്ന ശ്രീമതി ടീച്ചറുടെ മകൻ ശ്രീ അജിത്ത്, അദ്ദേഹം പറഞ്ഞു, PK ശ്രീമതി എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ 2020 ഫെബ്രുവരിയിൽ മരിക്കുന്നതുവരെയും അച്ഛൻ്റെ പെൻഷൻ, വിധവാ പെൻഷൻ, കുടുംബ പെൻഷൻ വാങ്ങിയിരുന്നു. അത് വാസ്തവമാണ്. ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ CPM നേതാവ് PK ശ്രീമതി അല്ല ആ വ്യക്തി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും സംഘപരിവാറിൻ്റെ അജണ്ട മാറുന്നില്ല. സംഘപരിവാർ വീണ്ടും PK ശ്രീമതി ടീച്ചർ എന്ന CPM നേതാവിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചറിന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിതുമ്പേണ്ടി വന്നത്. ശത്രുക്കളാണെങ്കിലും, രാഷ്ട്രീയ ശത്രുതയുണ്ടെങ്കിലും ഇമാതിരി പോഴത്തരം പറഞ്ഞ് ഒരാളെ ആക്രമിക്കാൻ നിൽക്കുന്നത് വിഡ്ഢിത്തമാണ്, അല്ലെങ്കിൽ അതൊരു മര്യാദയുള്ള കാര്യമല്ല എന്ന് സംഘപരിവാർ കക്ഷികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ തലയിൽ കയറുകയില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന DGP-ക്കും അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കറിനും PK ശ്രീമതി ടീച്ചർ പരാതിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ, ഈ വാർത്ത കൊടുത്ത ദൃശ്യമാധ്യമത്തിനെതിരെയും മറ്റ് ഓൺലൈനുകൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ആത്മാർത്ഥമായും പ്രതീക്ഷിക്കാം. ഇങ്ങനെ വ്യാജം വിളമ്പാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം.